നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നാരദീയ മഹാപുരാണം പൂർവഭാഗം 1-ാം പാദം 22-ാമത്തെ അധ്യായം മാസോപവാസ വർണ്ണനം. സർവ ലോകോപകാരകമായ മറ്റൊരു വ്രതത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ആഷാഢം, ശ്രാവണം, ഭാദ്രപദം, ആശ്വിനം ഇതിൽ ഏതെങ്കിലും ഒരു മാസം ശുക്ലപക്ഷത്തിലാണ് ഇത് ചെയ്യേണ്ടത്. പഞ്ചഗവ്യം സേവിച്ച് വിഷ്ണുവിൻ്റെ സമീപത്ത് ഉറങ്ങണം. ഒട്ടും കോപം കൂടാതെ രാവിലെ സ്നാനാദികൾ ചെയ്ത് വിഷ്ണുവിനെ പൂജിക്കണം. വിദ്വാൻമാരോടൊപ്പം സ്തുതിവാചകം ചൊല്ലണം. മാസമേകം നിരാഹാരോ ഹ്യദ്യ പ്രവൃത്തി കേശവ മാസാന്തം പാരണം കുർവേ ദേവദേവതവാജ്ഞയ തപോരൂപ നമസ്തുഭ്യം തപസാം ഫലദായക മമാഭീഷ്ടപ്രദം ദേഹി സർവവിഘ്നനിവാരണം. ഇങ്ങനെ വ്രതം ദേവന് സമർപ്പിച്ച് മാസാവസാനം വരെ ഹരിമന്ദിരത്തിൽ താമസിക്കണം. പഞ്ചാമൃതം കൊണ്ട് എന്നും ദേവനെ കുളിപ്പിക്കണം. എല്ലാ ദിവസങ്ങളിലും വിളക്ക് വയ്ക്കണം. അപാമാർഗത്തിൽ കടലാടി നിന്നെടുത്ത കമ്പ് എന്നും ചവയ്ക്കണം. ബ്രാഹ്മണ ഭോജനം, ദക്ഷിണ, ദാനം എന്നിവ വേണം. ഇങ്ങനെ 13 മാസങ്ങളിൽ തുടർച്ചയായി ചെയ്ത് അവസാനം ദക്ഷിണയോടുകൂടി ഗോദാനം നടത്തി 12 ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുത്ത് യഥാശക്തി ദക്ഷിണയും കൊടുക്കണം. 3 മാസോപവാസം ചെയ്യുന്നത് ആപ്തോര്യാമയാഗത്തിൻ്റെ ഇരട്ടി ഫലം നൽകും. 4 പ്രാവശ്യം ചെയ്താൽ 8 അഗ്നിഹോമങ്ങളുടെ ഫലം, 5 പ്രാവശ്യം ചെയ്താൽ അത്യഗ്നിഹോമത്തിൻ്റെ ഇരട്ടി ഫലം, 6 ജ്യോതിഷ്ഠോമത്തിൻ്റെ, 7 8 അശ്വമേധങ്ങളുടെ, 8 നരമേധത്തിൻ്റെ 5 ഇരട്ടി, 9 ഗോമേധത്തിൻ്റെ 3 ഇരട്ടി, 10 ബ്രഹ്മമേധത്തിൻ്റെ 10 ഇരട്ടി, 11 ചെയ്താൽ ഹരിയുടെ സാദൃശ്യം, 13 നിത്യശാന്തി എന്നിങ്ങനെയാണ് ഫലം. സ്ത്രീക്കും പുരുഷനും ഗൃഹസ്ഥനും വനസ്ഥനും സന്യാസിക്കും ഭിക്ഷുവിനും മൂർഖനും പണ്ഡിതനും ഇതുകൊണ്ട് പുണ്യം ലഭിക്കും. ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ പാപഹരമാണ്. ഇതോടുകൂടി 22-ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.